യെസ്. അപ്പോൾ ഞാൻ തോട് തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാട്ടോ തോട് കണ്ട. കുട്ടിപ്പട്ടാളങ്ങൾ ഞാൻ നനഞ്ഞു. ഓടി വരാ. എന്തായാലും നോക്കിയേ എത്രയും കിട്ടും. വാ, അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ കുട്ടികളെ, നല്ലൊരു മഴ വരുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ ഓടി പോയിട്ട് ചക്കിട്ടിട്ട് പറ്റേട്ടാ. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കട്ടാ. നോക്കിയേ മഴയെ പോലൊത്തിരി ചുരുണ്ടുകൂടി ഇരിക്കണോക്ക് നല്ല തണവല്ലേ. അപ്പോഴേ നമ്മുടെ വീട്ടിനാണ് എന്താ പറയുക, സാധാരണ ചക്ക ഉണ്ടാവുന്ന ടൈമിലുള്ള ഒരു ചക്കയൊക്കെ ഉണ്ടാവില്ല. കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു സ്റ്റെപ്പ് വീണ്ടും ചക്ക ഉണ്ടായിട്ടുണ്ട്, മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ അമ്മയുണ്ടല്ലോ, അപ്പോൾ എനിക്ക് തോന്നി അത് വന്നൊരു ചക്ക ഇട്ടിട്ട് ഇന്ന് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വേഗം പോയിട്ട് വലിയൊരു മഴ വരുന്നേ. കാക്കകളൊക്കെ ഇരിക്കണേക്ക് പാവങ്ങൾ നനഞ്ഞിട്ട് നമ്മുടെ കോഴിക്കൂട്ടിലൊക്കെ എല്ലാവരും നനഞ്ഞ് ഒട്ടിയിട്ടായിരിക്കണേ. കാണാനൊന്നും ഇപ്പോൾ ഒരു ഭംഗിയില്ല അവരെ ഒട്ടിയപ്പോൾ. നമ്മുടെ പറമ്പിലില്ലേ ഇപ്പോൾ നോക്കിയേ, ഈ ഒരു നിരപ്പിൽ വെള്ളം ഉണ്ടാവും. നമ്മൾ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി താഴുമ്പോഴേക്ക് ഇതേപോലെ വെള്ളമായിട്ടും ഭൂമിയിൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ഉരുപിടിക്കുന്നത് എല്ലാ സാധനങ്ങളേ. നമ്മുടെ പപ്പായ നോക്കിയാൽ കൊഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ, അതേപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ വേര് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അത് കൊഴിയാണ്ട് നിൽക്കണത്. ചിലപ്പോൾ മൂത്ത് കിട്ടൂട്ടാ. കണ്ട ഒരു വേര് മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ, ബാക്കി എല്ലാ വേരും അതിൻ്റെ അടിയിലേക്കുണ്ടേ. അപ്പം നമ്മുടെ വീട്ടിനാമേറിലിമത്തെ ഈ ചക്ക ഇടാം. കാരണം ഇനി മഴക്കാലമല്ലേ, ചിലപ്പോൾ പഴുത്താലും വെള്ളമൊക്കെ കയറും. അപ്പോൾ ഇതിടാം. ഇതിടുന്നേക്കാളും മുന്നേ നമ്മുടെ ഇപ്പുറത്ത് തോടാണ്. ആ തോട് നിറഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം പോയി തുടങ്ങിയിട്ട് അത് കാട്ടിത്തരാം. അയ്യോ മഴ വരുമ്പോൾ ചക്ക ഇടണമെന്ന് വെച്ചിട്ടാ. അപ്പോൾ ഞാൻ തോട് തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാട്ടോ തോട് കണ്ട. അപ്പോൾ ഈ തോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മതിലൊന്ന് വീണിട്ട് ഒരു ചെറിയൊരു ഭാഗം കെട്ടാനുണ്ട്. എന്താ നിറച്ച് വെള്ളം കഴിഞ്ഞ് പോയി തുടങ്ങി. അപ്പോൾ നല്ല മഴ പെയ്തു, ചക്കയും കൊണ്ട് ഓടേണ്ടി വരും. ഇപ്പം എന്നങ്ങനെ പറമ്പിലേക്ക് വല്ലതും പൊട്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ മഴയത്ത് ഓടലായി. ഞാൻ ഓടട്ടേട്ടാ. അയ്യോ എൻ്റെ ചെരുപ്പ്. അയ്യോ ഞാൻ ശരിക്കും കുളിച്ചു. മഴ വരുമ്പോഴേക്ക് വിട്ടോട്ടാന്ന് പറഞ്ഞതാ. അല്ല കുട്ടിപ്പട്ടാളങ്ങൾ ഞാൻ നനഞ്ഞു. ഓടി വരാ. എന്താ അങ്ങോട്ട് പോയ ആളല്ലല്ലോ, കയ്യിൽ എന്തൊക്കെ കാണാനുണ്ട്. ഞങ്ങൾക്ക് കളിക്കാനുള്ളതാണ് ഇവിടെ ഇട്ടിട്ട് പോക്കാണല്ലോ പറയണേ. ഇവിടെ ഇരുന്ന് നന്നാക്കാൻ പറ്റില്ലല്ലോ, ഇവരുള്ള കാരണം. അപ്പം അകത്തന്നെ ഇരുന്ന് നന്നാക്കണം. എന്നൊന്ന് കടത്തുമോ? എനിക്കിതിൽ കിടക്കാൻ പറ്റുമോ? തലയൊക്കെ നനഞ്ഞിട്ടുണ്ട്, ഡ്രസ്സ് മാറണം, അവർക്ക് വേണം. ഓക്കെ, എന്ത് വലിയ മഴ പെയ്തേ. മക്രോണി നീങ്ങടാ. പേളിക്കുട്ടിയെ, മഴയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് പോയി ചെയ്യാനുള്ളത്. വണ്ണിനും ടൂനൊക്കെ പോകണം. അപ്പോൾ ഇന്ന് കാലത്ത് മഴ, ഭയങ്കര മഴ, തോരാളെ പുറപ്പാടില്ലാത്ത പോലെ. അപ്പോൾ ഞങ്ങൾ മഴയത്തേലും പോട്ടെ പേളിക്കുട്ടീനും കൊണ്ട്. പേളിക്കുട്ടീന് നമ്മൾ ചില ദിവസങ്ങളിലായിട്ട് മോളിൽ കയറ്റി എടുത്തുള്ളൂ. ചില ദിവസം അവൾക്ക് മോളിൽ കയറുമ്പോഴേ എന്തോ ഒരു വിഷമം പോലെ. പിന്നെ ആ ദിവസങ്ങളിലാണ് ഇവിടെ കിടന്നോട്ടെ എന്നേക്കും. വലിയ മഴയുടെ ശല്യമൊന്നും ഇന്നലെ രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കാലത്തോട്ട് മഴ തുടങ്ങിയിട്ടുള്ളത്. ഇതിനടിയിലാകുമ്പോൾ നമ്മുടെ അംബ്രൂസും ടൈസറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൾക്ക് അവരെ കൂടെ കണ്ടു കിടക്കാനാന്ന് തോന്നുന്നുണ്ട്. മോളിലുണ്ടേക്കാളും ഇഷ്ടം ആൾക്ക് അടിയിൽ കിടക്കാനാ. നല്ല മഴ പെയ്യുന്നുള്ള ദിവസം ഞാൻ അവളുടെ ആ സങ്കടം നോക്കിയില്ല, നേരെ മോളിൽ കൊണ്ടുപോകും. നിനക്ക് പള്ളിക്കുട്ടി കൊട എടുക്കട്ടാ. വാ,
മഴയപ്പോഴേ കുറച്ച് സമയം പിടിച്ചു. വാ, ഈ ചക്കയിൽ വെള്ളം കയറി ഉണ്ടാവില്ല ചേട്ടാ. ഇത് പുതിയതായിട്ട് ഉണ്ടായതാ കാരണേ കയറി ഉണ്ടാവില്ല. ഇതിപ്പോ അടുത്ത് വെച്ചിട്ടുണ്ടായതാ. നോക്കിയേ, നല്ല ചക്കയാ. കണ്ടാ, വെള്ളമൊന്നും കയറിയിട്ടില്ല. മറക്കണ നോക്കി, കാലം കുറവുണ്ട് ചളക്കി. കണ്ടാ, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇത് 3ാമത്തെ സ്റ്റെപ്പാന്ന്. ഇനിയിപ്പോൾ ഇതുമ്മ വീണ്ടും ഉണ്ടായി തുടങ്ങും. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കേ. നമുക്ക് ചക്കയ്ക്കില്ലേ ഒരു സ്റ്റോപ്പില്ല. ഈ ഫ്ലവർ നമുക്ക് ഉണ്ടായി കഴിയുന്നോടുകൂടി വീണ്ടും. കണ്ട നോക്കിയേ, എന്തൊരു കനം കുറവാന്ന് നോക്കിയേ. കണ്ട ചളക്കി, നല്ലൊരു പ്ലാവാണേ. കഴിച്ചു നോക്കിയേ. നമുക്കിത് നമ്മുടെ പ്ലാവില്ലേ, ഇതിന്റെ കടക്കിൽ ഇപ്പൊ നിറച്ച് കുരുവിടുന്നുണ്ട്. അമ്മയ്ക്ക് വട്ടം വന്നിട്ട് പറമ്പിലേക്ക് ഇറങ്ങാനേ പറ്റിയിട്ടില്ല. ഒന്നാമത് മഴയും ചെളിപ്പിളിയും, പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ കവർ ചെയ്തിട്ടുണ്ടായിട്ട് കിടക്കണമെങ്കിൽ ഇല്ലേ. നല്ല ചക്ക. അപ്പം ഞങ്ങളിത് വെട്ടി നന്നാക്കാലമ്മേ. പിന്നെ മോനെ ക്ലാസ്സിൽ പോകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ദോശയോ അല്ലെങ്കിൽ വെള്ളയപ്പോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ ഉണ്ടാക്കാം. അവർ കഞ്ഞിയൊന്നും കുടിക്കില്ല. പക്ഷേ എൻ്റെ ഷായിട്ട് അമ്മേനൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രാവിലെ ഇത്തിരി കഞ്ഞി കുടിച്ചാലാട്ടോ ഇഷ്ടമാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോയിൽ എപ്പോഴും അറിയാമല്ലോ, നമ്മളെപ്പോഴും ഉപ്പേരി കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവർക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു. അമ്മയാണെങ്കിൽ ഇതാ ഇപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇതാ നന്നാക്കി എടുക്കണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ചക്കക്കൂട്ടം എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മ ചക്കയിലേ ഉണ്ടല്ലോ ചെറുതായിട്ട് 2-3 ചക്കക്കുരും കൂടി അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ അത് വെന്ത് അത് ഞാനൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മ ഇതാ ഉള്ളി നന്നാക്കണം എന്നുള്ളത്. ഇതാ അമ്മയുള്ള കാരണേ കുറേ എന്താ പറയുക കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ സുഖമായിട്ട് മുന്നോട്ട് പോകണ പോലെ കേട്ടോ. എനിക്ക് എപ്പോഴും ഭയങ്കര എളുപ്പമായിട്ട് തോന്നി തുടങ്ങി. ചക്ക കൂട്ടാനൊക്കെ വന്നപ്പോഴേ ഞാൻ അമ്മയും കൂടി ഇതാ കഞ്ഞി കുടിക്കായിരുന്നു കേട്ടാ. നമ്മുടെ വീട്ടിനാ വേറെ മറ്റേ ചക്ക അമ്മ പറയും ടേസ്റ്റ് എന്ന് ഷായിട്ടിനോട് പറയാറ്. അമ്മ കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞേ നമ്മുടെ ചക്കയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉടയാത്ത ചക്ക ഉടയില്ല. അതായത് ഇവിടെ ആര്യമോനുണ്ട് എൻ്റെ മൂത്താള്. അവരത് ചക്ക വെച്ച് ഉടയാൻ പാടില്ല. അവിടെ വീട്ടിലെ അച്ഛൻ, അതുകൊണ്ടാണ് അമ്മ പറയണത്. കണ്ട ഉടഞ്ഞിട്ടില്ല. അത് കുറേ പേർക്ക് കുഴയും. പക്ഷെ ഷായിട്ട് നീ കുഴഞ്ഞിരിക്കേണ്ട ഇഷ്ടം. പക്ഷെ എനിക്ക് അതിൽ ഇതേപോലെ വളർന്നിരിക്കുന്നത് കേട്ടാ. അതാണ് അമ്മ പറഞ്ഞത്. ഇത് രസം. അപ്പോൾ കഞ്ഞിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല രസം കേട്ടാ. ഷായട്ടിനും കൂടി ഒപ്പം കൂടാതെ പറഞ്ഞത്. പക്ഷെ ഷായട്ടിനെ പെട്ടെന്ന് പണിസ്ഥലത്തേക്ക് പോകേണ്ട വന്നു. വേഗം കഴിച്ച് ഷായട്ടും പോയി. ഞാൻ അമ്മയും കൂടി ഇരുന്നു. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ 2ാമത്തെ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ദിവസമായിട്ട് ഇന്ന്. അപ്പോൾ ഇതാ കൊണ്ടുപോവാ. അമ്മയാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് പെട്ടിക്ക് ഉള്ളിൽ കയറ്റി വെച്ച് തന്നമ്മ. ഒരു ചാടുമോ നോക്കിയാൽ മതിയിട്ടമ്മേ. ഞാൻ ഇട്ട് കഴിയുമ്പോഴേ എന്തായാലും ചാടും. കയറിയിരിക്കുക. അപ്പം അമ്മ ഡോർ അടച്ചോട്ടാ, അടുത്ത ആളെ കൊണ്ടുവരണവരെ. കുട്ടിപ്പട്ടാളങ്ങളെ നല്ല കുട്ടികളായിട്ട് ഇരുന്നോളോട്ടാ. ദേ കയറിയിരിക്കുന്നുണ്ട്. അതവിടെ പോയിരിക്കും. ഒരു പ്രാവശ്യം നമ്മളന്ന് കൊണ്ടുപോയി കാരണം ഒരു പരിചയം ഉണ്ടിട്ട് അവരവിടെ കയറിയിരിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഞാൻ അടച്ചോട്ടെ അമ്മ. ഇതാ എല്ലാവരും എൻ്റെ മേലെ അന്നത്തെ പോലെ തന്നെ കയറിയിരിക്കട്ടാ. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ പേടിയൊന്നുമില്ല അവർക്ക്. അല്ലെങ്കിലാണ് കരച്ചിൽ ബഹളം. നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കിട്ടിയതാ വീട്ടിൽ പോവാട്ടാ. ഇപ്പം ഇതാണ് അവസ്ഥ. വീണ്ടും എല്ലാവരും എൻ്റെ മേലിത ജാമായി. 1-2 പേര് നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും ഇതെൻ്റെ മേല്. കല്യാണി ഇതെൻ്റെ മേല് 15 കിടക്കുക. അവൾക്ക് നല്ല പേടിയാ. എല്ലാം കെടുത്തിട്ട് കണ്ട. അയ്യോ പാവം തോന്നുന്നു കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളിതാ വീട്ടിൽ പോയി. അങ്ങനെ ഞങ്ങളെത്തി. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ക്ഷീണിരിക്കമ്മേ. ഇവരെന്നാകെ മാതി എൻ്റെ തലി മൂടിയായിട്ട് ഇപ്പൊ നോക്കി. കല്യാണി കൂടി പേടിച്ചിട്ടാണ് ഇറുക്കി പിടിച്ചിരിക്കുക. ഓരോരുത്തർ കൊണ്ടുവയ്ക്കട്ടെ. നമ്മുടെ വീടെത്തില്ലേ. നോക്ക് പേടിച്ചിട്ട് അടയ്ക്കാം. പതുക്കെ ഞാൻ കൊണ്ടുവച്ചിട്ട് തരാം. ശരി പോവാ. പേടിക്കുട്ടിയുടെ പേടിക്കുട്ടി. പോവാ. നമ്മുടെ പേളിക്കുട്ടി ഇവിടെ എടുക്കണ്ടല്ലോ. അവള് മക്കളെ ഓരോരുത്തരെ കൊണ്ടുപോകുമ്പോൾ നോക്കുക. അപ്പം ഞാൻ ഒരാളെ മാത്രം കാട്ടി കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ കരച്ചിൽ കൂട്ടേ. എന്നിട്ട് പേളിക്കുട്ടിയെ മക്കള് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വിഷമിക്കണ്ട കേട്ടോ. നല്ല മക്കളായിട്ട് ഇരിക്കണ്ട കേട്ടാ. എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടാ. നോക്കല്ലോ. കണ്ടുപോട്ടെ. സുഖമായിട്ട് കാണും. പേലിക്കുട്ടിക്ക് സുഖമായിട്ട് ഇവരെ കൂടെ കളിക്കാം കേട്ടാ.
ഞാനേ കൂട്ടം കാച്ചി മണം കിട്ടിയിട്ട് വന്നിട്ടുള്ള കേട്ടോ. അത് അമ്മ ചക്കക്കുരു നന്നാക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള കാരണം പിന്നെ ഞാൻ അതിനിരുന്നു. അപ്പോൾ നോക്കിയേ അമ്മ ചക്കക്കുരു ചീരയും കൂടി ഇട്ടില്ലേ. ചക്കക്കുരു ചീരി കാലത്ത് ഞങ്ങൾക്ക് ചക്ക ഉപ്പേരി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ അമ്മ ഒരു കാര്യം കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചക്ക കൊണ്ട് ചക്ക വറക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ചക്ക അരിയണല്ലോ അമ്മ. നമുക്ക് അരിഞ്ഞു വെച്ചാ അയ്യോ നോക്കിയേ ചക്ക അരിഞ്ഞു വെച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചക്ക കൊണ്ട് കാലത്ത് ചക്കുപ്പേരി, ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചക്കക്കുരു ചീര്. ഇപ്പം ഞങ്ങൾക്ക് 4 മണിക്ക് അമ്മ ചക്ക വറുത്തിട്ട് കട്ടൻ കാപ്പി ചക്ക വറുത്തത്. ഒന്ന് അടിപൊളിയാവും. പിന്നെ ഞാനുണ്ടല്ലോ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാ. കാരണം നമ്മുടെ അടിയിലെ ചെടി മഴ കൊണ്ടുണ്ടെങ്കിൽ നാശമായി പോകും. എനിക്കിതിന് മുന്നേ കഴിഞ്ഞ വർഷത്തെ പോലെ എൻ്റെ ഒരു വലിയൊരു ചെടിയാണ് നാശമായി പോയത്. ഈ പ്രാവശ്യം അതായിട്ട് എന്ന് ചെയ്യാൻ ആൾ ചെയ്യാൻ കൊണ്ട് ഓരോ ദിവസം ഒഴിവ് നോക്കി ഇരുന്നിട്ട് ഞാൻ ഈ വട്ടം നാശമായി പോകുമെന്നൊക്കെ പേടിച്ചിരുന്നു. വേഗം തന്നെ ഇന്നൊരു ഗ്യാപ്പ് കിട്ടി, വെയിൽ എന്താ പറയുക മഴയൊന്നും ഇല്ലാണ്ടായപ്പോഴേ. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ മൊത്തം ഒരു ചെറിയൊരു സേവനങ്ങളും കൂടി നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് മഴ കൊള്ളാൻ പറ്റില്ലല്ലോ. നമുക്ക് അവിടെ വെക്കായിരുന്നു, പക്ഷെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നശിപ്പിക്കലോ അല്ലെങ്കിൽ ആ ഷീറ്റടിച്ചതിൻ്റെ ഉള്ളിൽ വെക്കായിരുന്നു. ഇവിടെ വെള്ളം വീഴായത്ത് ഇരിക്കില്ല, പക്ഷെ വെള്ളം കൂടി ഒരു ചെയ്യും ചെയ്യേ. അതാണ് ഒരു വിഷമമുള്ളത്. പിന്നെ എന്നിട്ടാണെങ്കിലേ നമ്മുടെ ചട്ടികളൊക്കെ ഇരുന്നിരുന്ന ഭാഗത്തേക്ക് കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ചെടുക്കണം. പിന്നെ അതേപോലെ കൊമ്പിനി കുറച്ച് വെട്ടണം. എല്ലാവരും ഇന്ന് വൃത്തിയാക്കാനൊന്നും പറ്റില്ല. എന്നാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും വൃത്തിയാക്കി എടുക്കും വേണം. കുട്ടികളെ നമ്മുടെ കോഴികൾക്ക് ചീര അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ഇന്നത് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഇതൊന്ന് വൃത്തിയാക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അവർക്ക് രാവിലെ അവിടെ കുറച്ച് നനച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കേട്ടോ അവർക്ക് ചീരയ്ക്ക് അരിഞ്ഞിട്ട് കൊടുക്കാൻ പോകുള്ളൂ. നമ്മുടെ കോഴികൾക്ക് ചീര അരിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക അന്വേഷണത്തിലൊരു നിൽപ്പുണ്ട് അവർ. ഞാൻ ചെടിയുടെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവിടുത്തെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറമ്പിലേക്ക് ഇറങ്ങാനിട്ടാ. ഈ പറമ്പിലത്തെ കഴിഞ്ഞ് വന്ന് ഇവിടെ ചെയ്യാന്ന് പറയുമ്പോഴേ പിന്നെ അത് നമ്മൾ നേരെ ഒരു വെറ്റി നിൽക്കട്ടെ. പാവങ്ങൾ ഓടി വന്നു തുടങ്ങി. മോനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുള്ള കാരണേ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ വേഗം ധൃതി പിടിച്ച് ഞാൻ ചെടികളൊന്നും വെക്കണില്ല കേട്ടാ. ഈ നാശമായ ഈ എന്താ പറയുക വേനൽക്കാലത്ത് വെച്ചിട്ടുള്ള കുറേ ചെടികളുണ്ടല്ലോ, മഴക്കാലത്തൊന്നും അവരുണ്ടാവില്ല. അതൊക്കെ വലിച്ച് കളഞ്ഞ് ചട്ടി വൃത്തിയാക്കി ഇടാനാ പോണേ. വേറെ ഒന്നും മേടിച്ച് ഇപ്പോൾ വയ്ക്കണില്ല. വിങ്കച്ചെടികൾ വെക്കണമെന്ന് വെച്ചിട്ടുണ്ട്. കാരണം വിങ്കച്ചെടികൾ നമ്മൾ അപ്പുറത്ത് ചെറിയ ചെറിയ ചട്ടികളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ചട്ടികളിൽ വെക്കണം. അതിപ്പോൾ ഇന്ന് വെക്കണില്ല. ഇന്നിപ്പോൾ വൃത്തിയാക്കൽ മാത്രമേ ചെയ്യാൻ നിൽക്കണുള്ളൂ. കാരണം വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ മഴ വരുമ്പിക്കേ. അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തുട്ടാ. ഇനി അതേപോലെ കുറേ കൂടി കിടക്കുന്നുണ്ട്. ഒരു ദിവസം ഉണ്ടായി കഴിയില്ല, അത്രയും വൃത്തിയാക്കാനുണ്ട് നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്തായാലും ഇത്രയും കാര്യങ്ങൾ കഴിയട്ടെ. മഴക്കാലം ആകുമ്പോൾ പിന്നെ ഒരു എക്സ്ട്രാ പണി കൂടുതൽ നമ്മുടെ കോഴിക്കൂട്ടിലേക്ക് കേട്ടാ. കാരണം കാറ്റടി വരുമ്പോൾ കോഴിക്കൂട്ടിലേക്ക് വെള്ളം വരും. അപ്പോൾ നമ്മൾ അപ്പാപ്പത്ത് വൃത്തിയാക്കി എടുത്തില്ലെങ്കിൽ കോഴികൾക്ക് പെട്ടെന്ന് കേട് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗം കൂടി വൃത്തിയാക്കാറുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കാട്ടം മഴക്കാലത്ത് നമുക്ക് എത്ര കോഴിയാലും പറമ്പിലിട്ടാലും ഒന്നും ഒരു കേട് വരില്ല. കാരണം മഴക്കാലത്ത് കോഴിക്കാട്ടവും കൂടുതലും പറമ്പിലിടാണ് നല്ലത്. അപ്പോൾ അതിൽ കൂടുതൽ നല്ല കുറേ ആസിഡ് പവറുണ്ട്. അതൊക്കെ ഈ മഴയുടെ ഇതിൽ കുറേ പോയി കിട്ടും. പിന്നെ വേനൽക്കാലത്തൊക്കെ മണ്ണൊക്കെ കൊത്തി കളിച്ചൊക്കെ വൃത്തിയൊക്കെ വരുമ്പോൾ നമുക്കതപ്പോൾ വെച്ച് കൊടുക്കുന്ന ചെടികൾക്ക് അതിൻ്റെതായ വളർച്ചയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ.
ഇപ്പം നമ്മൾ കോഴിക്കാട്ടം ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകിൻ്റെ കടക്കിലാണ്. കട തൊടാതെ ആട്ടോ നമ്മൾ ഈ കോഴിക്കാട്ടം ഇട്ട് കൊടുക്കുക. നമ്മുടെ പച്ചമുളകിന് ഏറ്റവും ബെസ്റ്റ് വളം എന്ന് പറയുന്നത് കോഴിക്കാട്ടാണ്. അത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റിയ ടൈം എന്ന് പറയുന്നത് മഴക്കാലമാണ്. കാരണം എന്താണെങ്കിൽ വേനൽക്കാലത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായി നനച്ചു കൊടുക്കണം. ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ നനച്ചു കൊടുക്കണ്ടല്ലോ, നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഈ ഒരു സമയത്ത് നമുക്ക് മുളകൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കോഴിക്കാട്ടമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കൂർക്കയ്ക്ക് കുറച്ച് നമ്മുടെ കടലപ്പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂർക്കയ്ക്ക് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത് കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്ക്. പല സ്ഥലങ്ങളും പല പേരിലായിട്ട് പറയുന്നത്, രണ്ടും ഒന്നാണ്. പിന്നെ എല്ലുപ്പൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിരുന്നിരുന്നു, അതാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണേ. പിന്നെ മഴ പെയ്ത് തുടങ്ങിയപ്പോഴേ കൂർക്കയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബാധിച്ചിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ കുത്തി വീഴല്ല വെള്ളം എപ്പോഴും. അപ്പോൾ ഈ ഗ്യാപ്പിലായിട്ടായിട്ട് ഇട്ട് കൊടുക്കുള്ളൂ നമ്മൾ. മഴ പെയ്യുമ്പോൾ നോക്കി നമുക്ക് കണ്ട ഇതേപോലെ വെള്ളം നിൽക്കൂട്ടാ. അത് കാരണം നമ്മൾ മാക്സിമം ഇങ്ങനെ പൊലി കൂട്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെക്കുള്ളൂ. പിന്നെ ഇത് നമ്മുടെ വെസ്റ്റേൺ ചെറി ഊട്ടി ആപ്പിൾ കേട്ടാ. കണ്ട കിളികൾ മഴയെ കാണുന്നുണ്ട്, വന്ന് തിന്നണില്ല. അവർക്കും മഴ ഇതല്ലേ, അത് കാരണം അല്ലെങ്കിൽ പഴുത്തതൊന്നും ഇതുമ്പോൾ നിൽക്കില്ല. നിറച്ചുണ്ടാവേണ്ട നമ്മുടെ ശീമനെല്ലിക്കില്ല, അതേപോലെ ആയിട്ടത് പച്ചയിൽ കാണാം. അല്ലെങ്കിൽ പിന്നെ ഷേപ്പ് ശരിക്കും നമ്മുടെ ആപ്പിളിൻ്റെ അതേ കളർ ഷേപ്പ് തന്നെ. നല്ല ഇങ്ങനെ നല്ല ഡാർക്ക് കളറാകുമ്പോൾ തിന്നാനും ടേസ്റ്റ് കേട്ടാ. നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ വീഡിയോയിൽ ഇത്. പിന്നെ നമ്മുടെ റംബൂട്ടാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയില്ലേ, റംബൂട്ടാൻ കുറേ കൊഴിഞ്ഞത്. അതിന് ശേഷം പിന്നെ കൊഴിഞ്ഞിട്ടില്ല. പക്ഷേ റംബൂട്ടാനുമെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കിളികളൊക്കെ തിന്നണമെന്ന് തോന്നുന്നുണ്ട്. ബാക്കിയുള്ള ഫ്രൂട്ട്സ് മിക്ക ഒന്നും അവർ വരുന്നില്ല കേട്ടാ. പിന്നെ നമ്മുടെ പേരക്കായ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ അത്രയധികം പേരക്കായ ഉണ്ടാവുക. അത് നല്ല വലിപ്പമുള്ള പേരക്കായാണേ. കണ്ട ഇനി എനിക്ക് കൈ കഴുകി വന്നിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. ദേ ഇവിടേക്ക് നോക്കിയേ, കണ്ട നല്ല വലിപ്പമുള്ള പേരക്കായ. ഇതിപ്പോൾ എല്ലാവരും റംബൂട്ടാൻ മാത്രമാണ് തിന്നാൻ വരുന്നത്. ഇപ്പോൾ അത് കാരണം പേരക്കായൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും നമുക്ക് പൊട്ടിക്കാനേ കിട്ടില്ല. നിറച്ച് തുരുതുരേ ഇനി നിറച്ചുണ്ടാവും ഈ പേരയമ്മ. എന്തായാലും കുറച്ച് നേരം നമ്മളെ മഴ സഹായിച്ചു കൂട്ടാ. ഞാൻ രാവിലെ പേലിക്കുട്ടീൻ്റെ മഴയത്തോ കൊണ്ടുപോയത്. കാരണം മഴ നിൽക്കുന്നത് കാണാനില്ല. പിന്നെ അവളോട് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന സാധനമല്ലോ, അവൾക്ക് കൃത്യസമയത്ത് ഈ 1, 2 ഒക്കെ സാധിക്കണം. അത് കാരണം പിന്നെ അന്ന് മഴയത്ത് കൊണ്ടുപോയത് ആ പാവത്തിന്. പിന്നെ ഈ നമ്മുടെ ഈ മുളക് കേട്ടാ, ഈ മുളകിൻ്റെ മഴയൊന്നും ബാധിച്ചിട്ടില്ല കേട്ടാ. അവർ നല്ല ഉഷാറിലെല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട്, മുളകും ഉണ്ടാവുന്നുണ്ട്. ഇനി പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്കയ്ക്ക് നമ്മൾ ഇപ്പോൾ വളം ഇട്ടല്ലോ, ഇനി അത് മണ്ണിടും. അത് ഷായേട്ടൻ്റെ ഒഴിവ് പോലെ മഴയില്ലാത്ത സമയത്തൊക്കെ നോക്കിയിട്ടാണ് ഷായിട്ട് അത് മണ്ണിടുക. അപ്പം നമ്മൾ മണ്ണിടുന്ന വീടിയും കൂർക്കയ്ക്ക് വളക്കും പൊടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിലാന്ന് തോന്നുന്നുണ്ട് കാണിച്ചിട്ടുണ്ട് കേട്ടാ. അത് 2 വീഡിയോ മുന്നേയായിട്ടാണ് കാണിച്ചു നോക്കണേ. പിന്നെ നമ്മുടെ പപ്പ, നമ്മുടെ ഓറ് പിടിച്ച് പോണ പപ്പയായിട്ട് അതൊരു പ്രത്യേക ഭംഗിയുള്ള പപ്പയാണ്. ഇങ്ങനെ കൊമ്പ് പോലെ നോക്കിയിട്ട് തുമ്പ് നല്ല വലുതുമാണ്, നല്ല ടേസ്റ്റാണ്. ഉള്ളൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുരു കുറച്ചുണ്ടാവുള്ളൂ. അത്രയും മാംസളം കൂടിയ ടൈപ്പുള്ളൊരു പപ്പയായിരുന്നു. അതൊക്കെ വാടിപ്പോയി. പിന്നെ നോക്കി നമ്മുടെ റംബൂട്ടാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ മഴയത്ത് കുറേ കൊഴിഞ്ഞു എന്ന്. പക്ഷേ എന്നാലും അത്യാവശ്യം കുറച്ച് നിന്നിരുന്നു. അത് നോക്കി തിന്ന് പോയത് ഒറ്റടിക്കാണ് തിന്ന് പോണത് കണ്ടാ. കുറേ പോയി അങ്ങനെ തിന്നിട്ട്. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് ഇതുമ്മേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാൻ വെച്ചിട്ട് ഞാൻ വന്ന് നോക്കണം. നന്നായിട്ട് പഴുത്ത് നിർത്തണില്ല. നെറ്റിലാണെങ്കിൽ ചേട്ടൻ വന്നില്ല. അപ്പോൾ എന്തായാലും ഉള്ളത് പൊട്ടിക്കട്ടെ. ഭയങ്കര വിഷമട്ടാ. ഇത്രയും ചോട്ടിൽ നമുക്ക് കയ്യെത്തുന്ന ദൂരത്തായിരുന്നു, എന്നിട്ട് പോലും കുറേ പോയില്ലേ. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം. പച്ചും പൊട്ടിക്കന്നെയാട്ടാ, കാരണം നാളേക്ക് പഴുത്തോളും. ഇതും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഞാൻ പൊളിച്ച് കാട്ടി തരാട്ടെ ഏറ്റവും അവസാനം പൊട്ടിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ തിന്ന് പോയിട്ട് അയ്യോ സങ്കടം വരിക നമുക്ക് കാണുമ്പോൾ.
നമ്മുടെ വലിയ റംബുട്ടാനില്ലേ റെഡ് കളറുള്ളത് അതേപോലെ അതേ ഇതിൽ പെട്ട റംബുട്ടാനെ നമുക്ക് ഇതിലും കിട്ടിയത് നന്നായി വലുതാവണ കായായിട്ട്. എന്തായാലും നോക്കിയാൽ എത്രയും കിട്ടുകളോ നമുക്ക് കിട്ടാ. ഒക്കെ നിന്ന് പോയി. ഞാൻ ചെറിയൊരു കളർ ഇതേപോലത്തെ ഒരു കളറെങ്കിലായിട്ട് പൊട്ടിക്കാതെ വിചാരിച്ചിട്ട് നിർത്തിയത്, അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ട്. പക്ഷേ രക്ഷയില്ല. നമ്മുടെ വലിയ റംബുട്ടാനും ഇല്ലേ ശരിക്കും ഒരു മാസം മുന്നേ നമുക്ക് പൊട്ടിക്കാൻ കിട്ടേണ്ടതായിരുന്നു. അതും ഇതേപോലെ തന്നെ അണ്ണന്മാർ നിന്ന് പോയതാ. എല്ലാവരും നമ്മുടെ എല്ലാ വർഷം പറയും സ്മിത നെറ്റിടുന്നു. ഈ വട്ടം നമ്മൾ നെറ്റിന് വേണ്ടിയിട്ട് 3500 കൊടുത്തത്. ആ പൈസയും പോയി. നെറ്റിടാൻ ചേട്ടൻ വന്നുമില്ല, പൈസ കൊണ്ട് ആളൊരു അഡ്രസ്സും ഇല്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാട്ടി തരാം. അതിൻ്റെ ഉള്ളിൽ ഒരു നല്ല കളറായത് നോക്കിയിട്ട്, കാരണം അത്യാവശ്യം വലിപ്പം വരുന്നതായിരുന്നേ. ഈ ഒരെണ്ണം കാണിക്കാം. ഞാൻ നോക്കിയാ കണ്ടോ, ഇത്രേ വലിപ്പം വരേണ്ടതായിരുന്നു. ഇതിന് വലിപ്പമാണ് നമ്മുടെ അവിടുത്തെ. പക്ഷെ ഇത് ഇത്തിരി കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല വലുതാവും. ഇത് പറ്റുകളിങ്ങനെ കടിക്കല്ലേ. സാലിയ കിട്ടിയത് ഭാഗ്യം. ബാബാ ഇവർക്ക് ചീരോടുള്ള ഇഷ്ടം നോക്കി നോക്കോട്ടെ. ഞാൻ അതിങ്ങനെ പിടിച്ച് നിന്നാ മതി. കണ്ട എല്ലാവരും വന്നതാ. ദേ ഇപ്പുറത്ത് നോക്കിയാൽ എല്ലാവരും ഇപ്പുറത്തൊക്കെ ഇരുന്ന് വലിക്കുന്നുണ്ട്. അത്ര ഇഷ്ടമാണ് ചീര. ആ ഇവിടെ ഇരുന്ന് എല്ലാവരും അവിടെ അവസാനിപ്പിച്ചോട്ടാ. എല്ലാവരും ഓടിച്ചല്ലേ, എല്ലാവരും പോയി കഴിക്ക്. വീട്ടിൽ പട്ടുകുട്ടി വായോ. ഇവിടെ കുറച്ച് പേരുണ്ടല്ലോ, ഇവർക്ക് ഭയങ്കര ഇഷ്ടാ. കുറച്ചു നേരം ഇവരെ അടുത്തിരിക്കാന്ന് വെച്ചു, അല്ലെങ്കിൽ ഇവര് സമ്മതിക്കില്ലാന്നേ. നോക്കിയേ ഒരാളെ മടിയിലിരിക്കണ്ടല്ലോ. നോക്കിയാൽ അവരെ വലിച്ചിടാൻ വേണ്ടി വന്നോണ്ടേക്ക് മെസ്സി ഇതാ ഇപ്പുറത്ത് ബോൾട്ട്. ഇപ്പൊ വലിയ മര്യാദക്കാരായിട്ട് മടിയിലു. ഇനി മറന്നോണം പോലെ ഇറങ്ങി. ഇനി അവരൊന്നും മടിയിലെടുത്തട്ടെ. മറ്റൊരു ശ്രദ്ധിച്ചിട്ടില്ല ഏട്ടാ, വലിയ പെട്ടിട്ടില്ല, ശ്രദ്ധയില്ല. അതാണ് വേണ്ടടാ. ഇനി കുറച്ചു നേരം മെസ്സി കൂട്ടെ. ദൈവമേ കുറച്ചു നേരം മെസ്സി കൂട്ടെ. മാർഡോണയ്ക്കാണ് ഇപ്പോൾ അവൻ എന്നെ എടുത്ത് മടിയിൽ വയ്ക്കണം എന്നുള്ളൊരു സ്വഭാവം. നോക്ക് ആരും അയ്യോ കടിക്കല്ലടാ പാവണ്ടടാ. നിന്നെടുക്കാം മാർഡോണ മണിരുത്തതല്ലേ. വയ്യോ ഇവിടെ ഇരിക്കാം. വാ ഇപ്പുറത്തെ സൈഡിലിരുത്താം. പൊന്തണ്ടേന് ചെക്കന്മാരെനിക്ക്. സമാധാനായ പിന്നെ സമാധാനമായിട്ടില്ലേ. കണ്ട അപ്പോൾ ഒറ്റയ്ക്ക് പാടുള്ളവർക്ക് നോക്കിയാൽ അവർ കളിക്കണേ. വാ രണ്ടുപേരും വന്നേ. ഇതേ അവരെ കൊണ്ടിട്ട് കളിക്ക്. രണ്ടുപേരും കളിക്കിട്ടാ. ഈ ചാക്കിൽ കിടന്നുറങ്ങിയാൽ മതി. അതെ നോക്കിയേ മതി. ഇനി എല്ലാവരും കിടന്നുറങ്ങിയ. മറന്നോണ നീ ഇവിടെ കിടന്നുറങ്ങ്. ഞാൻ വരുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങിയിരിക്കണം കേട്ടോ. മറന്നോണ് കേട്ടോ. കിടന്നുറങ്ങിയേ. മറന്നോണ്ട് ഇവിടെ കിടന്നുറങ്ങിയേ.
ഉറങ്ങ് വേഗം ഉറങ്ങ് കേട്ടാ. ഉറങ്ങ് പാവോ ഉറങ്ങി നോക്കോ, എല്ലാവരും ഉറങ്ങി നോക്കോ, എല്ലാവരും ഉറങ്ങി നോക്കോ കേട്ടാ. ഇത്തിരി കഴിയുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങിയോളൂ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനും ഉണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് ആദ്യം ബർത്ത്ഡേ വിഷ് ചെയ്യാം. ജോളി ഡേവിസിൻ്റെ മകൻ അതുലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മെയ് 29-ന്. നമുക്കന്ന് വിഷ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് വൈകിട്ടായാലും ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ അതുൽ. ഇനി നമുക്ക് ചേച്ചിമാരോട് ഹായ് പറയാട്ടാ. ജയശ്രീ നായർ, ഹായ് ജയശ്രീ ചേച്ചി. നാസി ജബ്ബാർ, ഹായ് നാസേച്ചി. ബിൻസി ടിറ്റൂസ്, ഹായ് ബിൻസി. ഹാജ്ര EP, ഹായ് ഹാജ്ര. ഇനി നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാട്ടാ. അയ്യോട്ടാ, ഞാൻ അമ്മയുണ്ടല്ലോ ചക്ക വറക്കാൻ നിൽക്കട്ടാ. അമ്മ കുറച്ച് ചക്ക ഞാൻ പറഞ്ഞല്ലോ അരിഞ്ഞൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി പൊളച്ച് വരുന്നുണ്ടാ. നോക്കിയേ, കണ്ടമ്മേ, നന്നായി പൊളക്കുന്നുണ്ട്. ഞാനിവിടെ കയറിയിരിക്കണത് എന്തോ പെട്ടെന്ന് ഇരുന്നപ്പോ അങ്ങനെ ഇരുന്ന് പോയി. പണ്ടത്തെ ഒരു ശീലാകുമ്പോ വന്നപ്പോ കിട്ടിയതാട്ടാ പെട്ടെന്ന്. ചായ കുടിക്കായിരുന്നു കേട്ടോ. നോക്കിയേ, നല്ല കട്ടൻ ചായ, നല്ല മധുരമൊക്കെ ഇട്ടിട്ടുള്ള കട്ടൻ ചായ കേട്ടത്. അമ്മോട് ഞാൻ പറഞ്ഞു ഇത്തിരി മധുരം കൂടുതലിട്ടോളൂ കേട്ടാ. ഇന്ന് ഞങ്ങക്ക് ചക്കമയ, കാലത്ത് ചക്കപ്പേരി, ഉച്ചക്ക് ചക്കക്കുരു ചീര, ഇപ്പൊ 4 മണിക്ക് ചക്ക വറുത്തത്. ഇനി വൈകിട്ട് നിന്നിട്ടാണ് ചക്ക ഉണ്ട്. പുതിയ വില മോഡലുണ്ടാ ഇനി ഉണ്ടാവുമ്പോ വൈകുന്നേരത്തേക്ക്. പക്ഷെ അമ്മ നാളെ വെക്കാതെ വേണ്ടത് ചക്ക. അമ്മ ചക്കക്കുരു, മാങ്ങ, കുമ്പളങ്ങ ഒക്കെ ഇട്ടിട്ട് നാളെ ഒരു കറി വെക്കാതെ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മ. നല്ല രസമുണ്ട് ചക്ക. നോക്കിയാ നല്ല പോളച്ചിട്ട് ഉണ്ടാ, നല്ല കറികളാസമുണ്ട്. ഇത് പ്രതീക്ഷിക്കാത്ത ചക്ക വറക്കില്ലാട്ടാ. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ചക്ക വറക്കാന്ന്, അതുകൊണ്ട് മാത്രം ഒന്ന് വറുത്തത്. അപ്പൊ നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണണ്ട.